ഹലോ ഗായ്സ്, MIT ആപ്പ് ഇൻവെന്ററിന്റെ 4ാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സ്കാനിങ് ആപ്പ് ഉണ്ടാക്കാനാണ്. അപ്പം ഈ ഒരു ആപ്പിന്റെ ബേസിക്കലി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ QR കോഡ് സ്കാൻ ചെയ്യാനും ബാർകോഡ് സ്കാൻ ചെയ്യാനും ഇതൊക്കെയാണ്. അതിനുശേഷം നമ്മൾ സ്കാൻ ചെയ്ത് ബാർകോഡോ അല്ലെങ്കിൽ ഈ QR കോഡോ സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ടാക്കണം. അത് ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് കോപ്പി ചെയ്യാനും പറ്റണം, വേറെ എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്യാനും പറ്റണം. ആ രീതിയിൽ വേണം ബേസിക്കലി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ആപ്പ്. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി MIT ആപ്പ് ഇൻവെന്റർ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് ന്യൂ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് പ്രൊജക്ടിന്റെ പേര് സ്കാൻ ആപ്പ് എന്ന് കൊടുക്കാം. ഓക്കെ കൊടുക്കും. പ്രൊജക്ട് ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം അതിനുശേഷം ഞാൻ സ്ക്രീനിന്റെ കോമ്പോണൻസ് പോയിട്ട് പ്രോപ്പർട്ടീസ് പോയിട്ട് ഒന്ന് കുറച്ച് കാര്യങ്ങൾ മാറ്റാം. ഞാൻ കൂടുതൽ ഇതിന്റെ എക്സ്പ്ലനേഷൻ തരുന്നില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി കുറെ എക്സ്പ്ലനേഷൻ തന്നെ ഓരോ ഓറിയന്റേഷൻ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ നേരെ പോയിട്ട് ആദ്യം സ്ക്രീൻ ഓറിയന്റേഷനിൽ പോയിട്ട് പോർട്രേറ്റ് ആക്കുന്നു. എനിക്ക് പോർട്രേറ്റ് ആയിട്ടാണ് കണ്ടത്. പിന്നെ ടൈറ്റിലും ഒന്ന് മാറ്റിയിട്ട് ടൈറ്റിൽ നോൺ വിസിബിൾ ആക്കുന്നു. ടൈറ്റിൽ വിസിബിലിറ്റി മാറ്റുന്നു. ഓക്കെ, കാരണം ടൈറ്റിൽ ഞാനിവിടെ കൊടുക്കുകയില്ല ലെവലിൽ, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനിയിപ്പം ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്ന് ഡീഫോൾട്ട് ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ഡാർക്ക് ഗ്രേയോ ഏത് രീതിയിലും കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ അറേഞ്ച്മെന്റ് ഒന്ന് ചെയ്യാം. ഫസ്റ്റ് ലേ ഔട്ട് പോയിട്ട് ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് എടുത്ത് ഡ്രാഗ് ചെയ്തതിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നു. ഇനി നെക്സ്റ്റ് അടുത്ത ലാബിലാണ്. ഒരു ലാബിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ജസ്റ്റ് കുറച്ച് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മളെ ആപ്പിന്റെ ഡ്യൂട്ടി. അപ്പം ഇത് ജസ്റ്റ് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ഇവിടുത്തെ ഫ്രോണ്ടെല്ലാം ഒന്ന് ബോൾഡായി കൊടുത്തിട്ട് എന്നിട്ട് ഇത് ഏകദേശം ഫിൽ പാരന്റ് കൊടുത്തിട്ട് വിഡ്ത്ത് ഫിൽ പാരന്റ് കൊടുക്കാം. എന്നിട്ട് ഏകദേശം ഒന്ന് സെന്ററിലാക്കാം. ഓക്കെ, ടെക്സ്റ്റ് അലൈൻമെന്റ് സെന്ററിൽ കൊടുക്കുന്നു. എന്നിട്ട് ടെക്സ്റ്റിന്റെ ഡിസ്പ്ലേ ഒന്ന് മാറ്റിയിട്ട് ടെക്സ്റ്റ് കളർ ഒന്ന് മാറ്റിയിട്ട് വൈറ്റ് കൊടുക്കാം. അത് പെട്ടെന്ന് വിസിബിൾ ആവും ഈ ഒരു ഡാർക്ക് കളറിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത ലേഔട്ട് പോയിട്ട് ഹൊറിസോണ്ടൽ എലമെന്റ് എടുക്കുന്നു. അവിടെ ഒരു സ്പേസ് വരുത്തുന്നു. വീണ്ടും അടുത്ത ഒരു യൂസർ ഇന്റർഫേസിൽ പോയിട്ട് ടെക്സ്റ്റ് ബോക്സ് എടുക്കുന്നു. അപ്പം ഈ ഒരു ടെക്സ്റ്റ് ബോക്സിലാണ് നമ്മൾ വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യുന്നത്. നമ്മൾ സ്കാൻ ചെയ്ത വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യുന്ന ഈ ഒരു ടെക്സ്റ്റ് ബോക്സിലായിരിക്കും. അപ്പോൾ ആ ടെക്സ്റ്റ് ബോക്സ് എടുത്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഇതിൻ്റെ കൊടുക്കുന്നു. ടെക്സ്റ്റ് ബോക്സിന്റെ വിഡ്ത്ത് ഒന്ന് മാറ്റിയിട്ട് ഫിൽ പാരന്റ് കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. വേണമെങ്കിൽ ടെക്സ്റ്റ് ബോക്സിലെ ഫോണ്ട് സൈസ് കുറച്ച് മാറ്റിയിട്ട് ഒരു 20 കൊടുക്കാം. ഓക്കെ, അതിന്റെ ഹിന്റ് ഫോർ ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. ടെക്സ്റ്റ് ബോക്സിൽ എന്തെങ്കിലും ഹിന്റ് വരണ്ടെങ്കിൽ അപ്പോൾ അത് ജസ്റ്റ് ഡിലീറ്റ് ചെയ്താൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് വീണ്ടും ഞാൻ ലേ ഔട്ട് പോയിട്ട് ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് എടുത്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് താഴെ കൊടുക്കുന്നു. ഇവിടെ സ്പേസ് വരുത്താൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് താഴെ ഇടുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ സ്ക്രീനിന്റെ പ്രോപ്പർട്ടീസ് പോയിട്ട് സ്ക്രോളബിൾ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. കാരണം എന്നാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്യാൻ പറ്റും. സ്ക്രോളബിൾ ടിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വീണ്ടും ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് എടുക്കുന്നു. ഡ്രാഗ് ചെയ്തും താഴെ ഇടുന്നു. അപ്പോൾ അത്യാവശ്യം സ്പേസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇനിയിപ്പോൾ ഓരോ ഞാനിവിടെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന 3 ബട്ടണാണ്. അപ്പോൾ ഒരു ബട്ടൺ എന്ന് പറഞ്ഞാൽ സ്കാൻ ആണ്. രണ്ടാമത്തെ ബട്ടൺ ഇതൊക്കെ ഈ കണ്ടന്റ്സ് ഒക്കെ ക്ലിയർ ചെയ്യാനാണ്. മൂന്നാമത്തെ ബട്ടൺ കോപ്പി, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ 3 ബട്ടൺ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് ഉണ്ടാക്കണം. ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ, വീണ്ടും ഒന്നും കൂടി ഉണ്ടാക്കാം. ഓക്കെ, അത്രയല്ലോ. ഓക്കെ, ഇപ്പോൾ ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് ഇടക്കിടക്ക് വരുത്തുന്ന ഓരോ സ്പേസ് വരുത്താനാണ്. ഇനി യൂസർ ഇന്റർഫേസ് പോയിട്ട് ഓരോ ബട്ടണായിട്ട് ഓരോ ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റിന്റെ ഉള്ളിലേക്ക് ഇടാം. ഓക്കെ, ഒന്നാമത്തെ ബട്ടൺ, ഇനി രണ്ടാമത്തെ ബട്ടൺ ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റോട് എടുക്കണം. മൂന്നാമത്തെ ബട്ടൻ്റെ എടുക്കാൻ വേണ്ടിയിട്ട് മൂന്നാമത്തെ ബട്ടൺ. ഓക്കെ, ഇനി മൂന്നാമത്തെ ബട്ടൺ ഡ്രാഗ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളായി. ഓക്കെ, ഇനി ഒന്ന് അറേഞ്ച്മെന്റിലൊന്ന് ക്ലിയർ ആക്കിയിട്ട് എല്ലാം സെൻട്രലൈസ് ചെയ്യാം. വിഡ്ത്ത് മാറ്റിയിട്ട് ഫിൽ പാരന്റ് കൊടുക്കും. ഓക്കെ കൊടുക്കുന്നു. എന്നിട്ട് സെന്റർ കൊടുക്കാം. സെന്റർ കൊടുക്കും. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത ബട്ടൻ്റെ സെയിം രീതിയിൽ വിഡ്ത്ത് ഫിൽ പാരന്റ് കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. എന്നിട്ട് സെൻട്രലൈസ് ചെയ്യുന്നു. ബട്ടൺ സെൻട്രലൈസ് ചെയ്യുന്നു. വീണ്ടും അടുത്ത ഹൊറിസോണ്ടൽ അലൈൻമെന്റ് പോകുന്നു. വിഡ്ത്ത് ഫിൽ പാരന്റ് കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. എന്നിട്ട് സെന്റർ ചെയ്യുന്നു ബട്ടൺ. ഓക്കെ, ഇതിന്റെ ഓരോ ബട്ടന്റെ പേര് ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഒന്ന് സ്കാൻ, നെക്സ്റ്റ് കോപ്പി, രണ്ടാമത് കോപ്പി കൊടുക്കാം. മൂന്നാമത്തെ ക്ലിയർ ചെയ്യുമ്പോൾ ആ ടെക്സ്റ്റ് ബോക്സിലെ കണ്ടന്റ്സ് ക്ലിയർ ചെയ്യും. ഓക്കെ, എന്നീ കാര്യങ്ങൾ കൊടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്കാനിന്റെ ബട്ടന്റെ സ്റ്റൈലെല്ലാം ഒന്ന് മാറ്റിയിട്ട് ജസ്റ്റ് വേണ്ടി ഫോണ്ട് സൈസ് എല്ലാം ഒന്ന് കൂട്ടി കൊടുക്കാം. ഫോണ്ട് ബോൾഡ് ആക്കാം. രണ്ടാമത്തെ ആ രീതിയിൽ തന്നെ ഫോണ്ട് ബോൾഡ് ഒന്ന് കൊടുക്കാം. മൂന്നാമത്തെയും ഫോണ്ട് ബോൾഡ്. ഓക്കെ,
ഇത്ര കാര്യങ്ങളാക്കുന്നുണ്ട്. ഞാനിവിടെ കൂടുതൽ യൂസർ ഇന്റർഫേസ് ആയിട്ട് കൂടുതൽ ഡെക്കറേഷൻ ചെയ്യാൻ പോകുന്നില്ല, ജസ്റ്റ് കാര്യങ്ങൾ മാത്രം പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ യൂസർ ഇന്റർഫേസിൽ വിസിബിൾ ആയിട്ടുള്ള കോമ്പണൻസ് എല്ലാം വന്നു. ഇനി ഇൻവിസിബിൾ, അത് നോൺ വിസിബിൾ കോമ്പണൻസ് ആയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. അത് പ്രധാനമായിട്ടും സ്കാൻ ചെയ്യുക, അതാണ് നമ്മളെ ഈ ഒരു ആപ്പിന്റെ ഫംഗ്ഷൻ. അപ്പോൾ സ്കാനിങ്ങിന്റെ കോമ്പണന്റ് നമുക്ക് ഇതിന്റെ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും താഴേക്ക് പോയിട്ട് സെൻസേഴ്സിൽ പോകുന്നു. ഇവിടെ ബാർകോഡ് സെൻസർ അത് ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു പ്രൊജക്ടിനുള്ളിലേക്ക് ഇടുന്നു. ഓക്കെ, നോൺ വിസിബിൾ കോമ്പണന്റ് വന്നിട്ടുണ്ട് ബാർകോഡ് സ്കാനർ. അപ്പം ബാർകോഡ് സ്കാനറിന്റെ പ്രോപ്പർട്ടീസ് പോയാലും ഇത് ഒറ്റ കാര്യമേ ഉള്ളൂ, യൂസ് എക്സ്റ്റേണൽ സ്കാനർ. അതൊന്ന് അൺടിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെ എക്സ്റ്റേണൽ സ്കാനറിലേക്ക് പോകും, അപ്പോൾ അൺടിക്ക് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു പ്രധാനപ്പെട്ട കോമ്പണന്റ് എന്ന് പറഞ്ഞാൽ കോപ്പി ചെയ്യലാണ്. അപ്പോൾ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോമ്പണന്റ് ഇത് ഡയറക്ട്ലി ഇവിടെ കൊടുത്തിട്ടില്ല. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റിൽ പോയിട്ട് അതിന്റെ എക്സ്റ്റൻഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യണം. ചെറിയൊരു എക്സ്റ്റൻഷൻ ആണ്, അത് ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഗൂഗിൾ സെർച്ച് എഞ്ചിനിലേക്ക് പോകുന്നു. അവിടെ ടൈഫോൺ ക്ലിപ്ബോർഡ് എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അവിടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആദ്യം തന്നെ ഒരു സെർച്ച് ചെയ്യുമ്പോൾ ഒരു വെബ്സൈറ്റ് വരും, പ്യൂറ വീഡ ആപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ .com. ഓക്കെ, അവിടത്തേക്ക് പോവുക. എൻ്റെ ആപ്പ് ഇൻവെന്റർ എക്സ്റ്റൻഷൻ കണ്ടോ, ക്ലിപ്ബോർഡ് മാനേജർ, അതൊന്ന് പോയിട്ട് അവിടെ പോയിട്ട് ഡൗൺലോഡ് ചെയ്യണം. താഴോട്ടേക്ക് പോവുക. താഴോട്ട് പോയി ഇവിടെ കണ്ടോ ഡൗൺലോഡ് ടൈഫോൺ ക്ലിപ്ബോർഡ് എക്സ്റ്റൻഷൻ AIX ഫയൽ എന്നുണ്ട്, അത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഡൗൺലോഡ് ഫോൾഡറിൽ പോയിട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഡൗൺലോഡ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എക്സ്റ്റൻഷനിൽ പോവുക. MIT ആപ്പ് ഇൻവെന്ററിന്റെ നമ്മളെ പ്രൊജക്റ്റിൽ പോയിട്ട് എക്സ്റ്റൻഷനിലേക്ക് പോകും. എക്സ്റ്റൻഷനിൽ പോയിട്ട് ഇവിടെ കണ്ടോ ഇമ്പോർട്ട് എക്സ്റ്റൻഷൻ എന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ഫ്രം മൈ കമ്പ്യൂട്ടർ കൊടുത്തിട്ട് ചൂസ് ഫയൽ കൊടുക്കും. ഇവിടെ കണ്ടോ ഓൾറെഡി ഡൗൺലോഡ്സിൽ വന്നിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇമ്പോർട്ട് കൊടുക്കാം. കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട് ടൈഫോൺ ക്ലിപ്ബോർഡ് എന്ന് വന്നിട്ടുണ്ട്. അതാണ് നമ്മളെ കോപ്പി ചെയ്യുന്നതിന്റെ എക്സ്റ്റൻഷൻ. ഓക്കെ, ഇതിന്റെ അകത്ത് സ്കാൻ ചെയ്ത കാര്യം കോപ്പി ചെയ്യണം നമുക്ക്, അതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ടൈഫോൺ ക്ലിപ്ബോർഡ് അത് ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു പ്രൊജക്ടിന്റെ ഉള്ളിലേക്ക് ഇടുന്നു. ഓക്കെ, ആ ഒരു കോമ്പണന്റ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളല്ല, വിസിബിൾ ആയിട്ടുള്ള എല്ലാ കോമ്പണൻസും വന്ന്, നോൺ വിസിബിൾ ആയിട്ടുള്ള എല്ലാ കോമ്പണൻസും വന്ന്. ഇനി നമ്മൾ നേരെ ബ്ലോക്ക് സെക്ഷനിലേക്ക് പോകുന്നു. അപ്പോൾ ബ്ലോക്ക് സെക്ഷനിൽ നമ്മൾ ഓരോ ബട്ടൺ 1, അതായത് സ്കാൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം, അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. വൺ ഡോട്ട് ക്ലിക്ക് എന്നുള്ള കാര്യം ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി ബട്ടൺ 2 ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം, ബട്ടൺ 2. ബട്ടൺ 3 ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം. ഓക്കെ, എന്നീ കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഫസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്കാൻ ചെയ്യണം. അല്ല, സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോമ്പണന്റിലേക്ക് പോവുക. ബാർകോഡ് സ്കാനർ എന്നുള്ള കാര്യം ക്ലിക്ക് ചെയ്യുക. കോമ്പണന്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കണ്ടോ കോൾ ബാർകോഡ് സ്കാനർ 1 ഡു സ്കാൻ, അത് ഡ്രാഗ് ചെയ്തിട്ട് ഇതിനുള്ളിലേക്ക് ഇടുക. അപ്പം ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ ബാർകോഡ് സ്കാനറിനെ ഇത് വിളിക്കും. ഓക്കെ, ബട്ടൺ 1 ഈ ഒരു ബാർകോഡ് സ്കാനറിനെ കോൾ ചെയ്യും. ഓക്കെ, ആ രീതിയിൽ ചിന്തിച്ചാൽ മതി. ഇനി നെക്സ്റ്റ് ഈ ഒരു ബാർകോഡ് സ്കാനർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ. വെൻ ബാർകോഡ് സ്കാനർ ഡോട്ട് ആഫ്റ്റർ സ്കാൻ റിസൾട്ട് എന്നുള്ള കാര്യങ്ങൾ ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു പൊസിഷനിലേക്ക് ഇടും. ഓക്കെ, വെൻ ബാർകോഡ് സ്കാനർ 1 ഡോട്ട് ആഫ്റ്റർ സ്കാൻ റിസൾട്ട് നമുക്ക് ഇവിടെ കാണിക്കേണ്ടത് ടെക്സ്റ്റ് ബോക്സിലാണ്. അപ്പോൾ ടെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് ബോക്സിൽ ആഫ്റ്റർ സ്കാൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം, ഈ ഒരു റിസൾട്ട് ഡിസ്പ്ലേ ആണ്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ സെറ്റ് ടെക്സ്റ്റ് ബോക്സ് 1 ഉണ്ട്, അതൊന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇടും. ഓക്കെ, അത് സെറ്റ് ടെക്സ്റ്റ് ബോക്സ് 1. അപ്പോൾ സ്കാൻ ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കണം, അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സ്കാൻ ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കണം, ടെക്സ്റ്റ് ഒന്ന് മാറണം. അപ്പോൾ ഇവിടെ പോയിട്ട് ടെക്സ്റ്റ് ഒന്ന് മാറ്റും കേട്ടോ. സെറ്റ് ടെക്സ്റ്റ് ബോക്സ് 1 ഡോട്ട് ടെക്സ്റ്റ് ബോക്സ് 1 ടെക്സ്റ്റ് ഒന്ന് മാറ്റണം. എന്തായിട്ടാണ് മാറ്റേണ്ടത്, ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ, ബാർകോഡ് സ്കാനറിനുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കയറണം ഈ ഒരു ടെക്സ്റ്റ് ബോക്സിൽ. അതിന് വേണ്ടിയിട്ട് വീണ്ടും ബാർകോഡ് സ്കാനർ ക്ലിക്ക് ചെയ്യുന്നു. ഇതിന്റെ ബാർകോഡ് സ്കാനറിൽ ഇവിടെ കണ്ടോ ബാർകോഡ് സ്കാനർ ഡോട്ട് റിസൾട്ട്, അത് ഡ്രാഗ് ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ഇടുന്നു. ഓക്കെ, ഈ ഒരു കാര്യം സെറ്റാണ്. അപ്പോൾ ബാർകോഡ് സ്കാനർ ടെക്സ്റ്റ് ബോക്സ് സ്കാൻ ചെയ്തിട്ട് ടെക്സ്റ്റ് ബോക്സിലേക്ക് കൊടുത്തു കഴിഞ്ഞു, റിസൾട്ട് കൊടുത്തു കഴിഞ്ഞു ബാർകോഡ് സ്കാനർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ബട്ടൺ 2ന്റെ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നത്. ബട്ടൺ 2ൽ എന്നാ ചെയ്തത്, നമ്മൾ കോപ്പി ചെയ്തത്. അപ്പോൾ കോപ്പീന്റെ ഫംഗ്ഷൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ടൈഫോൺ ക്ലിപ്ബോർഡ് 1 ഉണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കോൾ കോപ്പി ടെക്സ്റ്റ് ഫസ്റ്റ് കണ്ടോ, കോൾ ടൈഫോൺ ക്ലിപ്ബോർഡിനെ കോൾ ചെയ്തിട്ട് ഡോട്ട് കോപ്പി ടെക്സ്റ്റ് അത് എടുക്കുക, ഡ്രാഗ് ചെയ്തിട്ട് ഇതിനകത്ത് ഇടും. ഓക്കെ, എന്താ നമുക്ക് കോപ്പി ചെയ്യേണ്ടത്, ഈ ടെക്സ്റ്റ് ബോക്സിലെ കണ്ടന്റ്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബോക്സിനല്ല നമ്മൾ നോക്കണം. ടെക്സ്റ്റ് ബോക്സിൽ പോവാം. ടെക്സ്റ്റ് ബോക്സിലുള്ള ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് എടുത്താൽ മതി, നമുക്ക് അവിടെ മാറ്റി കൊടുക്കാം. ബാക്കി ഡ്രാഗ് ചെയ്തിട്ട് ഇതിനകത്ത് വിടുന്നു. ടെക്സ്റ്റ് ബോക്സ് 1 എന്താ മാറ്റേണ്ടത്, ടെക്സ്റ്റ് മാറ്റണം. ടെക്സ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് കോപ്പി ചെയ്യണം അല്ലേ. ടെക്സ്റ്റ് ബോക്സ് 1 ടെക്സ്റ്റ് കോപ്പി ചെയ്യണം ഇതിനകത്തേക്ക്. അപ്പോൾ അത് ക്ലിക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് കിട്ടുന്നു. ഓക്കെ, കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്.
ഇപ്പോൾ ഓൾറെഡി ഈ ഒരു കാര്യം മാത്രമേ എൻ്റെ അത് വേണ്ടൂ. ടൈഫൂൺ ക്ലിപ്പ് ബോർഡ് ഡോട്ട് കോപ്പി ടെക്സ്റ്റ് ബോക്സ് 1 ടെക്സ്റ്റ് കോപ്പി ചെയ്യണം ഇത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ബട്ടൺ 3 ഡോട്ട് ക്ലിക്ക്. ബട്ടൺ 3 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ബോക്സ് ക്ലിയർ ആക്കാനാണ്. അപ്പോൾ ടെക്സ്റ്റ് ബോക്സ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാൻ ടെക്സ്റ്റ് ബോക്സിന്റെ പ്രോപ്പർട്ടീസിലേക്ക് വന്നു. സെറ്റ് ടെക്സ്റ്റ് ബോക്സ് നമ്മൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അത് കുഴപ്പമില്ല. എന്നിട്ട് ഇവിടെ ടെക്സ്റ്റ് ബോക്സ് അല്ല ക്ലിയർ, ടെക്സ്റ്റ് ബോക്സ് 1 ടെക്സ്റ്റ് ക്ലിയർ ആക്കണം അല്ലേ. ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ടെക്സ്റ്റിലേക്ക് പോവാം. എന്നിട്ട് ഇവിടെ കണ്ടോ ബ്ലാങ്ക്, അതൊന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഇതിനകത്ത് ക്ലിക്ക് ഇട്ടാൽ മതി. അതേ ബ്ലാങ്ക് ആയിട്ട് വരണം, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ കോഡിംഗ് സെക്ഷൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കണക്ട് പോയിട്ട് ഈ ഒരു റിസൾട്ട് ആക്യുറേറ്റ് ആണെന്ന് നോക്കണം. അതിന് വേണ്ടിയിട്ടാണ് കണക്ട് പോവാം. AI കമ്പനിനെ എടുക്കും. അപ്പോൾ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യുക. എൻ്റെ മൊബൈൽ ഓൾറെഡി ഞാൻ MIT ആപ്പ് ഇൻവെന്ററിന്റെ കമ്പനിയൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ട് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യുക. ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചതാണ്. ഓക്കെ, സ്കാൻ QR കോഡ് കൊടുക്കും. എന്നിട്ട് ഈ ഒരു കോഡ് സ്കാൻ ചെയ്യാം. ഓക്കെ, കുറച്ചും വെയിറ്റ് ചെയ്യാം. ഓക്കെ, QR കോഡ് സ്കാൻ ചെയ്യാനുള്ള പോകുന്നുണ്ട്. ഓക്കെ, സ്കാന്, കോപ്പി, ക്ലിയർ ഈ കാര്യങ്ങളിലും ഉണ്ട്. ടെക്സ്റ്റ് ബോക്സ് പെട്ടെന്ന് വിസിബിൾ അല്ല, കാരണം തന്നെ ടെക്സ്റ്റ് ബോക്സിന്റെ കളർ സെയിം തന്നെ കൊടുത്തത്, വേറെ മാറ്റമൊന്നും ഉണ്ടായില്ല. വൈറ്റ് വണ്ടിക്ക് വൈറ്റ് നമുക്ക് കൊടുക്കാന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഒന്ന് നോക്കാം. ഗൂഗിളിൽ പോയിട്ട് ഞാനൊരു ബാർകോഡ് ജസ്റ്റ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാർകോഡ് ടൈപ്പ് ചെയ്യാം. ഇമേജസ് കൊടുക്കാം. ഏതെങ്കിലും ഒരു ബാർകോഡ്, ഇതിപ്പോൾ കുറേ ബാർകോഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിസിബിൾ ആവില്ല. സ്കാൻ കൊടുക്കാം. ഓക്കെ, അത് വിസിബിൾ ആയിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടന്റ് വിസിബിൾ ആയി. വേണമെങ്കിൽ കോപ്പി ചെയ്തതിന് കോപ്പി ചെയ്യാം. ടെക്സ്റ്റ് കോപ്പി ചെയ്ത് നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി പേസ്റ്റ് ചെയ്യാൻ ചെയ്യും. അത് ക്ലിയർ ആക്കണം, ക്ലിക്ക് ചെയ്ത് ക്ലിയർ ആവും. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റ് ബോക്സിന്റെ കളർ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ടെക്സ്റ്റ് ബോക്സ് എടുത്തിട്ട് സ്പോട്ടിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റിയിട്ട് വൈറ്റ് കൊടുക്കുന്നുണ്ട്, വൈറ്റ് കൊടുക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. കണ്ടോ, വൈറ്റ് വന്നിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. ഓക്കെ, ഇനി അടുത്ത ഞാനത് QR കോഡ് ഒന്ന് സ്കാൻ ചെയ്യാം. ഒരു QR കോഡ് ടൈപ്പ് ചെയ്യാം. QR കോഡ് ഇപ്പോൾ ഏതെങ്കിലും ഒരു QR കോഡ് സ്കാൻ ചെയ്യാം. അപ്പോൾ QR കോഡിലെ കണ്ടന്റ്സ് വന്നിട്ടുണ്ടോ, http wikipedia.org എന്നിവ ആയിരം. അപ്പോൾ വണ്ടി കോപ്പി ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ആ രീതിയിൽ ക്ലിയർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.